Hello all, welcome to my channel, Spartans History Optional. സോ ഗൈസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് UPSC പ്രിലിംസ് പരീക്ഷ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രിലിംസ് പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുമ്പിൽ വരും. ഒരു പക്ഷേ പല ടോപ്പിക്കുകൾ നിങ്ങൾക്ക് അവ്യക്തമാക്കപ്പെട്ട രൂപത്തിലോട്ട് ഒരു നോളജ് കേട്ടുകേൾവി ഉണ്ടാകും. യു മൈറ്റ് ഹാവ് ലേൺ ഓർ ഹേർഡ് അബൌട്ട് സംതിങ്. ഈ ഡൈനാസ്റ്റിയെ കുറിച്ച് ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അൺഫോർച്ചുനേറ്റ്ലി ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനോ കൃത്യമായിട്ട് ഒരു എഡ്യൂക്കേറ്റഡ് ഗസ്സിലോട്ട് എത്തിച്ചേരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. അങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മൈസെൽഫ് മുഹമ്മദ് സഫാൻ, UPSC ഹിസ്റ്ററിയുടെ ഒരു ഫാക്കൽറ്റിയാണ്. ഐ എം ടേക്കിംഗ് ഹിസ്റ്ററി ഓപ്ഷണൽ ആസ് വെൽ. ഹിസ്റ്ററി ഓപ്ഷണലും പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ പ്രിലിംസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കോണ്ടന്റുകളാണ് നൽകാൻ വേണ്ടി പോകുന്നത്. Today we'll be having the discussions on certain very important minor dynasties of medieval India. Medieval കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള, എസ്പെഷ്യലി റിലേറ്റഡ് ടു സെർട്ടൻ വെരി ഇമ്പോർട്ടൻറ്റ് കോണ്ടംപററി പൊളിറ്റിക്സ്, അതുകൊണ്ട് തന്നെ എക്സാമിനേഷന് സാധ്യതയുള്ള ചില ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്ന് വരുന്നത് പ്രീ വിജയനഗര ഡൈനാസ്റ്റീസ് എന്ന് പറയുന്ന ഒരു 3 ഡൈനാസ്റ്റികളെ കുറിച്ചായിരിക്കും നമ്മൾ ആദ്യം പറയുന്നത്. ശേഷം ഡൈനാസ്റ്റീസ് ഇൻ ഒഡീഷ. ഈ 2 ടോപ്പികൾക്കും while you are learning this medieval history less relevance ആണ് പലപ്പോഴും ഉള്ളത് എങ്കിൽ പോലും ഇതിന്റെ ഒരു റിലേഷൻഷിപ്പ് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പലപ്പോഴും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വിജയനഗര എംപയർ എന്ന് പറയുന്ന ഒരു എംപയറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പക്ഷെ വിജയനഗര എംപയറെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യം പ്രീ വിജയനഗര എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പ്രിലിംസിന് മുമ്പേയും ചെയ്താണ് ചില BYQs ഇവിടുന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വി വിൽ ബി ഹാവിംഗ് എ ക്വിക്ക് ഐഡിയ ആൻഡ് വെരി ഇമ്പോർട്ടന്റ് കോംപ്രഹെൻസീവ് ഐഡിയ റിഗാർഡിംഗ് who are these pre-Vijayanagara dynasties, what are their uniqueness. Similarly, dynasties in Odisha എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ഈ 2 ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു ദിസ് പെർട്ടിക്കുലർ ചാനൽ. ഡോണ്ട് മിസ് ഔട്ട് എനി പെർട്ടിക്കുലർ പോയിന്റ്. വളരെ കൃത്യതയോടെ ശ്രദ്ധയോടെ തന്നെ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ബിഫോർ സ്റ്റാർട്ടിങ് അവർ ഡിസ്കഷൻ, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് സംതിങ്. സ്പാർട്ടൻസിന്റെ കീഴിൽ ഹിസ്റ്ററി ഓപ്ഷണലിന്റെ ഒരു പുതിയ ബാച്ച് UPSC 2026 ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആൻഡ് വിൽ ബി ലോഞ്ചിങ് അവർ ഫസ്റ്റ് ബാച്ച് ഓൺ 20th April. 20th April ഫസ്റ്റ് ബാച്ച് വരുന്നത്. ക്ലാസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു 5 to 6 months ഡ്യൂറേഷൻ ആണ് ക്ലാസ്സുകൾ വരുന്നത്. 2 year ആപ്പ് ആക്സസ് ഉണ്ടാകും. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ദിവസങ്ങളിൽ ലൈവ് ക്ലാസ്സസും, തേഴ്സ്ഡേ പ്രിലിംസിന് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു ദിവസമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കുക. സാധാരണ രീതിയിൽ ഈ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് നിങ്ങളുടെ പ്രിലിംസ് ആവട്ടെ മെയിൻസ് ആവട്ടെ, പ്രിലിംസിന് നിങ്ങൾക്ക് 15 to 20 ഇടയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, മെയിൻസിന്റെ അടുത്ത് ഒരു 8 to 10 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ അത്രയും നല്ല റെലവൻസ് ഉള്ള ഒരു സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷണലും അതിന്റെ ഒരു ഇന്റഗ്രേറ്റഡ് ലേണിംഗ് സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഫ്രൈഡേയിൽ മെയിൻസ് ആൻസർ റൈറ്റിംഗ് ഫോർ ദിസ് ഓപ്ഷണൽ, ദെൻ ഓപ്ഷണൽ എഡ്ജ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലും എല്ലാം ലഭ്യമാക്കുന്ന ഒരു കോഴ്സാണ്. നിങ്ങൾ ചെയ്യേണ്ടത് താല്പര്യമുള്ള സ്റ്റുഡൻസിന് നിങ്ങൾ ഈ വിവരം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഹിയർ യു ക്യാൻ സീ ദ QR കോഡ് ടു രജിസ്റ്റർ ഓർ അതർവൈസ് യു ക്യാൻ കോൺടാക്ട് മീ ഡയറക്ട്ലി. Okay, this is something very importantly about our upcoming program. Then similarly, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്രീ റിസോഴ്സ് കിട്ടാൻ വേണ്ടി, എസ്പെഷ്യലി ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ ദിസ് പ്രിലിംസ് എക്സാമിനേഷൻ, നിങ്ങൾക്ക് സ്പാർട്ടൻസ് ഹിസ്റ്ററി UPSC എന്ന് പറയുന്ന ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. അവിടെ പ്രിലിംസിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരുപാട് നോട്ടുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ യുവർ ഫൈനൽ റിവിഷൻ യു ക്യാൻ യൂട്ടിലൈസ് ദാറ്റ്. അപ്പൊ അതൊന്നും മിസ്സാക്കണ്ട. ഇത്രയും കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ട് ഇന്നത്തെ ഡിസ്കഷനിലോട്ട് വരികയാണ്. സോ സ്റ്റാർട്ടിംഗ് ദ പ്രീ വിജയനഗര ഡൈനാസ്റ്റീസ്. പ്രീ വിജയനഗര ഡൈനാസ്റ്റീസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ആദ്യം പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രീ വിജയനഗര ഡൈനാസ്റ്റി എന്ന് പറയുമ്പോൾ അതിന്റെ പീരിയഡ് എപ്പോഴാണ്? പീരിയഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബിറ്റ്വീൻ 12th and 14th century. കാരണം 14th centuryയിൽ, ദാറ്റ് ഈസ് 1336 വിജയനഗര എംപയർ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഈസ് 14th century. അപ്പൊ 14th centuryക്ക് മുന്നേ, ഫ്രം 12th century, അങ്ങനെ 12th century മുതൽ 14th century വരെയുള്ള ഒരു പീരീഡ് ആണ് നമ്മൾ പറയുന്നത്. ഇതാണ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി എന്തായിരുന്നു ഈ സമയത്ത് ഇന്ത്യയുടെ കണ്ടീഷൻ? അത് നോക്കുന്ന സമയത്ത് ജസ്റ്റ് ട്രൈ ടു ലേൺ ദിസ് വൺ വിത്ത് അവർ കുട്ടപ്പൻ മാപ്പ്. നമ്മുടെ ഒരു കുട്ടപ്പൻ മാപ്പ് ജസ്റ്റ് ഒന്ന് വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇതാണെന്ന് വിചാരിക്കുക നമ്മുടെ മാപ്പും ലേണിങ്ങും വരുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് യു ഹാവ് സംതിങ്. നോർത്ത് ഇന്ത്യയിൽ ഇവിടെ നിങ്ങൾക്ക് ഡൽഹി സൽത്തനേറ്റ് കാണാൻ വേണ്ടി പറ്റും. ഒരു 13ാം നൂറ്റാണ്ട് മുതൽക്ക് ഡൽഹി സൽത്തനേറ്റിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്. അപ്പൊ ഡൽഹി സൽത്തനേറ്റ് നല്ല പീക്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മൾ ആദ്യം പറയാൻ വേണ്ടി പോകുന്ന ഒരു പീരീഡ്. ഓക്കെ, അപ്പൊ ഡൽഹി സൽത്തനേറ്റിന്റെ ഒരു ടെറിട്ടോറിയൽ എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ ഏകദേശം ഇവിടെ ഉണ്ട്. ബേസിക്കലി ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ശേഷം നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യയിലാണ് നമ്മൾ ഈ പ്രീ വിജയനഗര ഡൈനാസ്റ്റീസിനെ ഡിസ്കസ് ചെയ്യുന്നത്. വൈ സൗത്ത് ഇന്ത്യ? കാരണം വിജയനഗര എംപയർ ഉണ്ടാകുന്നത് സൗത്തിന്റെ കർണാടകയുടെ ഭാഗത്തായതുകൊണ്ട് തന്നെ. അപ്പോ
ഒന്നുണ്ടായിരുന്നത് ഇതാ ഇവിടെ ഈ മഹാരാഷ്ട്രയുടെ ഭാഗം കേന്ദ്രീകരിച്ച് ഈ ഒരു ഭാഗത്തുണ്ടായവരാണ് ദീസ് പീപ്പിൾ ആർ കോൾഡ് ആസ് യാദവാസ്, അല്ലെങ്കിൽ ഇവരെ സ്യൂന ഡൈനാസ്റ്റി എന്നോട് വിളിക്കും. സ്യൂന ഓർ സെവുന ഡൈനാസ്റ്റി എന്ന രീതിയിൽ വിശേഷിപ്പിക്കാറുണ്ട്. യാദവാസ് ഓർ സ്യൂന ഡൈനാസ്റ്റി. ഇവര് ഉണ്ടാകുന്നത് പറഞ്ഞതുപോലെ പീരീഡ് സെയിം ആണ്, 12 to 14 ഇവരുടെ ഒറിജിനോ റൂളേഴ്സുമായി ബന്ധപ്പെട്ട ചില ഒബ്സ്ക്യൂർ ഇൻഫർമേഷൻ മാത്രമേ ഹിസ്റ്ററിയിലുള്ളൂ. ബട്ട് ജസ്റ്റ് ടു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇഫ് യു നോ സംതിങ് അബൌട്ട് ദിസ് വെസ്റ്റേൺ ചാളുക്യാസ് ഓഫ് കല്യാണി, 10ാം നൂറ്റാണ്ട് വരെ ഏകദേശം 10-11 നൂറ്റാണ്ട് വരെ അവരാണ് ഈ കർണാടകത്തിന്റെയും മഹാരാഷ്ട്രയുടെ ഭാഗത്തുണ്ടായിരുന്നത്. അവരുടെ ഡീക്ലൈന് ശേഷമാണ് യാദവാസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ യാദവാസ് ഉണ്ടായിരുന്നു എന്നുള്ളത് ബേസിക്കലി മനസ്സിലാക്കി വെക്കുക. യാദവാസ് ഈ മഹാരാഷ്ട്രയുടെ ഭാഗത്തായതുകൊണ്ട് തന്നെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ് ഒന്ന്, ദീസ് പീപ്പിൾ ആർ ഗോയിങ് ടു ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു മറാത്തി കൾച്ചർ. മറാത്തി ലാംഗ്വേജ്, അതിന്റെ ഭാഗമായിട്ട് മറാത്തി സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് തന്നെ വരുന്നത് ഈ കാലഘട്ടത്തിലാണ്. ദാറ്റ് ഈസ് അതർവൈസ് കോൾഡ് ആസ് മോഡി സ്ക്രിപ്റ്റ്. അപ്പൊ മോഡി സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന മറാത്തി എഴുതുന്ന ഒരു സ്ക്രിപ്റ്റ് ഒക്കെ എഴുതപ്പെടുന്ന ഈ കാലഘട്ടത്തിലാണ് ഈവൻ വി കൻ സി സംതിങ് ലൈക്ക് ദ മറാത്തി ഭക്തി മൂവ്മെന്റ്, ഒരു മഹാരാഷ്ട്ര ധർമ്മ എന്ന് പറയുന്ന പന്താർപൂർ മൂവ്മെന്റ്. ഐ റൈറ്റ് ഹിയർ പന്താർപൂർ മൂവ്മെന്റ്. ഇതിലെ ആദ്യകാല ലീഡേഴ്സിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ജ്ഞാനേശ്വർ, ഏകനാഥ്, തുക്കാറാം തുടങ്ങിയിട്ടുള്ളതൊക്കെ. അതിൽ ഈ ജ്ഞാനേശ്വർ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഈ ഒരു ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, ഡോണ്ട് മിസ് ഔട്ട്. ദാറ്റ് ഈസ് പന്താർപൂർ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇവരുടേത്, ഇതിലെ ഹെമാദ്രി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട മിനിസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരുടെ സമയത്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ആർക്കിടെക്റ്റ് ആണ് ഹേമദ് പാണ്ഡെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതായത് വലിയ വലിയ സ്റ്റോൺ ബ്ലോക്കുകൾ ഉപയോഗിച്ചിട്ട് സിമെന്റുകളുടെ യൂസേജ് കുറച്ചുകൊണ്ട് വലിയ വലിയ ബ്ലോക്സുകൾ കൊണ്ട് ബിൽഡിങ്ങുകൾ പാച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം, ദാറ്റ് ഈസ് ഹേമദ് പാണ്ഡെ ആർക്കിടെക്ചർ. അങ്ങനത്തെ ഒരു യൂണിക്നെസ്സും ഈ കാലഘട്ടത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. റിഗാർഡിംഗ് ദിസ് പന്താർപൂർ മൂവ്മെന്റ്, ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ലേണിംഗ് ആയിട്ട് കിട്ടുന്ന ഒന്നാണ്. അബങ്ക് എന്ന് പറയുന്ന ഒരു ലിറ്ററേച്ചർ ആണ് മറാത്തിയിലെ ലിറ്ററേച്ചറിനെ വിളിക്കുന്ന ഒരു പേര്. ഒരു അബങ്ക് ലിറ്ററേച്ചർ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം കമ്പയർ ചെയ്യപ്പെടുന്നതും ഈ ഒരു കാലഘട്ടത്തിന്റെ തുടക്കത്തിലാണ്. ഓക്കെ, അതായത് ഭക്തി മൂവ്മെന്റിന്റെ തുടക്കത്തിലാണ് എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുക. സോ ദീസ് ആർ സംതിങ് വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് യു ഹാവ് ടു ലേൺ റിഗാർഡിംഗ് ദിസ് യാദവാസ് ഓർ സ്യൂന ഡൈനാസ്റ്റി. യാദവാസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാക്കന്മാരെ കുറിച്ച് വല്ലാണ്ട് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത്ര സിഗ്നിഫിക്കന്റ് അല്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ദിസ് യാദവാസ് ഓൾവേസ് ഹാവ് സം കൈൻഡ് ഓഫ് കോൺഫ്ലിക്ട് വിത്ത് ദീസ് പീപ്പിൾ ആൻഡ് ദേ വേർ ദിസ് കാക്കഡിയാസ്. ഇവരാണ് കാക്കഡിയാസ് എന്ന് പറയുന്ന ആൾക്കാർ. കാക്കഡിയാസിലോട്ട് നമുക്ക് വരാം. അതിനു മുന്നേ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അതർ ഒരു ഡൈനാസ്റ്റിയുടെ കൂടെ ഒന്ന് പഠിച്ചിട്ട് വരാം. സൗത്തില് ഇവർക്ക് താഴെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ദിസ് പീപ്പിൾ ഓഫ് സൗത്ത് കർണാടക റീജിയൻ ആൻഡ് ദേ ആർ ദിസ് ഹോയ്സലാസ്. ഈ ഹോയ്സലാസ് എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റി, അവരുടെ ക്യാപിറ്റല്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവായിരുന്നു വിഷ്ണുവർദ്ധൻ എന്ന് പറയുന്ന രാജാവ്. 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന രാജാവ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രാജാക്കന്മാരെ മാത്രം പഠിച്ചാൽ മതി. വിഷ്ണുവർദ്ധൻ 12th century. പുള്ളിക്കാരന്റെ സമയത്ത് ഇവർക്ക് 2 ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. അവിടെ 2 പ്രധാനപ്പെട്ട ആർക്കിടെക്ചറും സംഭവിക്കുന്നുണ്ട്. അതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഒന്ന് ഇവരുടെ ക്യാപിറ്റൽ ആയിരുന്നു ബേലൂർ. രണ്ടാമത്തേതായിരുന്നു ഹാലേബിഡ് എന്ന് പറയുന്ന ദ്വാരസമുദ്രം. ഹാലേബിഡ് എന്ന് പറയുന്ന ദ്വാരസമുദ്രം. ഈ ബേലൂരിൽ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കുന്ന ഒരു ടെമ്പിൾ ആണ് ചെന്നകേശ്വര ടെമ്പിൾ. ചെന്നകേശ്വര ടെമ്പിൾ എന്ന് പറയും, ചെന്നകേശവ ടെമ്പിൾ എന്ന് പറയും, ഒന്ന് ഓഫ് ബേലൂർ. ദെൻ ഹാലേബിഡില് ഹോയ്സലേശ്വര ടെമ്പിൾ. ഇത്രയും ഇൻഫർമേഷൻ വളരെ സിഗ്നിഫിക്കന്റ് ആണ്. ഇനി എന്താണ് ഈ ഹോയ്സലാസിന്റെ ടെമ്പിൾ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകത? ഫസ്റ്റ് പോയിന്റ് യു ഹാവ് ടു നോട്ട് ദാറ്റ് ദീസ് പീപ്പിൾ ബിലോങ്സ് ടു ദിസ് വേസര സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ. നിങ്ങൾക്ക് 3 ഉണ്ടെന്ന് അറിയാം: നഗര, ദ്രാവിഡ ആൻഡ് വേസര. വേസരയിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇവരുടെ പ്രത്യേകതകൾ, ഒന്ന്, ഇവര് സ്റ്റാർ ഷേപ്പ് ചെയ്തിരിക്കുന്ന ബേസ് ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ സ്റ്റെല്ലാർ ബേസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ സ്റ്റെല്ലേറ്റ് ബേസ് എന്ന് വിളിക്കാറുണ്ട്. സ്റ്റാർ ഷേപ്പ് ആയിരിക്കും ഇവരുടെ ടെമ്പിൾ
ബേസ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ടെമ്പിളിന്റെ ഒരു സ്ട്രക്ചറും കാണുന്നത് സ്റ്റാർ ഷേപ്പിലായിരിക്കും. എല്ലാ സൈഡിൽ നിന്ന് ഇങ്ങനെ ഓരോ കോണിൽ നിന്ന് നോക്കുന്ന സമയത്തുള്ള ഒരു ഫീലിംഗ് വരും. അത് ഇവരുടെ ഒരു യൂണീക്നെസ് ആണ് ഒന്ന്. രണ്ടാമത്തത് ഇവരുടെ മറ്റൊരു യുണീക്നെസ് ആണ് ഭൂമിജ സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ. ഭൂമിജ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ മിനിയേച്ചർ ആയിട്ട് നഗര ടെമ്പിൾസിന്റെ ഫീച്ചർ കാർബോട്ട് ചെയ്യുന്നതിനാണ് ഭൂമിജ എന്ന് പറയാം. ഇത് ആക്ച്വലി മധ്യപ്രദേശിൽ ഉണ്ടായിരുന്ന ഒരു ഫീച്ചറാണ്, അത് ഇവർ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ രണ്ട് ഫീച്ചറുകൾ ഇവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബേസിക്കലി മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, നൗ ബാക്ക് ടു കാക്കഡിയാസ്. കാക്കഡിയാസിന്റെ കുറച്ച് പ്രത്യേകതകൾ. കാക്കഡിയാസ് ഭരിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ വാറങ്കലിലാണ്, ഇന്നത്തെ തെലങ്കാനയുടെ ഭാഗമായിട്ടുള്ള വാറങ്കൽ. പക്ഷെ അന്ന് അവരുടെ ക്യാപിറ്റൽ വിളിച്ചിരുന്ന പേരാണ് ഉറുകല്ലു. വാട്ട് യു മീൻ ബൈ ഉറുകല്ലു? ഉറുകല്ലു, ഒരു കല്ല്, ഒറ്റക്കല്ല്. അതായത് ഒറ്റക്കല്ല് കൊണ്ട് അവരുടെ ഫോർട്ട് അവർ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു കല്ല് ഉപയോഗിച്ചിട്ട് അത് കട്ട് ചെയ്തിട്ടുള്ള ഫോർട്ട് ഉണ്ടായിരുന്നത് ഉറുകല്ലു എന്ന് പറയുന്നത്. അതാണ് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇവർ മനസ്സിലാക്കി വെക്കുക, ഇവരുടെ കാലഘട്ടത്തിൽ സിൻസ് ദേ ആർ ഹാവിംഗ് ഓൾവേസ് സം കൈൻഡ് ഓഫ് കോൺഫ്ലിക്ട് വിത്ത് ദിസ് യാദവാസ്, ഈ കാക്കഡിയാസിന് പെട്ട ആൾക്കാരെ എപ്പോഴും അവര് ഒരു ഡിഫൻസ് ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഒരു 7 ലെയർ ഡിഫൻസ്. അതായത് ഇത് അവരുടെ ക്യാപിറ്റൽ ആണ് എന്നുണ്ടെങ്കിൽ ഇതിനിവിടെ 1 2 3 4 5 6 7 ഇങ്ങനെ ഓരോ മതിലുകൾ കിട്ടും. ഇതൊക്കെ ഡിഫീറ്റ് ചെയ്തിട്ട് മാത്രം അവർക്ക് ക്യാപിറ്റൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ബൈഹാർട്ടും ചെയ്യാം, ലോജിക്കലി ആലോചിക്കുകയും ചെയ്യാം. ലൈക്ക് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്ന് വിചാരിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൈനാസ്റ്റീസ് ഹാഡ് 7 ലെയേഴ്സ് ഓഫ് ഡിഫൻസ് സിസ്റ്റം? ഇപ്പൊ നിങ്ങൾ ഇത് കാക്കഡിയാസ് പഠിച്ചുകൊണ്ട് കാക്കഡിയാസ് കുത്തും. പക്ഷെ കാക്കഡിയാസ് ഇല്ലാത്തൊരു ഓപ്ഷൻ ആണെങ്കിൽ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണം? ദ ലോജിക് ഈസ് ദാറ്റ് ഓപ്ഷൻസിൽ കിടപ്പുള്ള ഒരു ഡൈനാസ്റ്റി, ആ ഡൈനാസ്റ്റിക്ക് ഏറ്റവും കൂടുതൽ ശത്രുക്കൾ ഉണ്ടായിരുന്നോ ഇല്ല എന്നുള്ളത്. അങ്ങനെ ചില ഡൈനാസ്റ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ വിജയനഗര എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓൾവേസ് കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു വിത്ത് ദിസ് ബാമണി കിങ്ഡം. ബാമണി കിങ്ഡമായിട്ട് പലപ്പോഴും എന്തുണ്ടായിരുന്നു? കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ ലോജിക്ക്. അപ്പൊ അങ്ങനെ ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടി പറ്റും. ഇനി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റൂളേഴ്സ് ആണ് പ്രതാപരുദ്ര 1, ദെൻ ഗണപതി ദേവ, ദെൻ രുദ്രാമദേവി. ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ദീസ് 3 റൂളേഴ്സ് ആർ വെരി ഇമ്പോർട്ടന്റ് വിത്ത് റെസ്പെക്ട് ടു ദിസ് കാക്കഡിയാസ് ഓഫ് വാറങ്കൽ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സിൻസ് ദീസ് പീപ്പിൾ ഹാഡ് കോൺഫ്ലിക്ട് വിത്ത് ദിസ് യാദവാസ് ഓൾവേസ്, ഇതിൽ നിന്നും ഒരു നദി പോകുന്നുണ്ട്. അതായത് യാദവാസിന്റെ മണ്ണിൽ നിന്നും ഒരു നദി എന്ത് ചെയ്യുന്നുണ്ട്? ഇവരുടെ ടെറിട്ടറിയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒറിജിൻ ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതാണ് നമ്മുടെ റിവർ ഗോദാവരി. അതുപോലെ റിവർ കൃഷ്ണയുടെ ഭാഗം സൗത്തിലൂടെയും പോകുന്നുണ്ട്. അപ്പോ ഈ ഗോദാവരി റിവറിൽ പലപ്പോഴും ഇവര് ബണ്ട് കെട്ടി നിർത്തിയിട്ട് കാക്കഡിയാസിന് കൊടുക്കേണ്ട വെള്ളം കൊടുക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടന്റ് അഡ്മിനിസ്ട്രേറ്റീവ് കോൺട്രിബ്യൂഷൻ ഓർ യുണീക്നെസ് ഓഫ് ദിസ് കാക്കഡിയാസ്, അവരുടെ കാലഘട്ടത്തിൽ ഒരുപാട് ലേക്ക് കൺസ്ട്രക്ഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നുള്ളതാണ്. കാരണം ഗോദാവരി റിവറിൽ ഇവർ ബ്ലോക്കേജ് നടത്തുന്ന സമയത്ത് ദേ ഹാവ് ടു ഗെറ്റ് വാട്ടർ. അതിനുവേണ്ടി റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് വേണം. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ലേക്ക് കൺസ്ട്രക്ഷൻസ് നടത്തിയിരുന്ന ആൾക്കാരാണ് കാക്കഡിയാസ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് പക്കൽ ലേക്ക് എന്ന് പറയുന്ന ഒരു ലേക്ക് ഉണ്ടായിരുന്നു. അതല്ലാതെ ഇവരുടെ രാജകുടുംബത്തിന്റെ പേരിൽ ഒരുപാട് ലേക്കുകൾ ഉണ്ടായിരുന്നു ഓരോരുത്തർ കാലത്ത്. എസ്പെഷ്യലി ഗണപതി ദേവിയുടെ കാലഘട്ടത്തിൽ, രുദ്രാമദേവിയുടെ കാലഘട്ടത്തിൽ ഒരുപാട് ലേക്ക് കൺസ്ട്രക്ഷൻസ് നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു യുണീക്ക് ഫീച്ചർ വെച്ചിട്ടായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. So these are some of the very important basic things that you have to learn with respect to all these 3, Yadavas, Kakadiyas, Hoysalas. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ കാക്കഡിയാസിനെ കുറിച്ച് കുറച്ചുകൂടെ നമ്മൾ എക്സാമിനേഷൻ പെർസ്പെക്റ്റീവിൽ അറിഞ്ഞിരിക്കണം. അതാണ് അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടി പോകുന്നത്. സോ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത്, കാക്കഡിയാസ് ആർ വെരി ഫേമസ് ഫോർ ദിസ് കോഹിനൂർ ഡയമണ്ട്. കോഹിനൂർ ഡയമണ്ട് ഇവരുടെ സമയത്താണ് മൈൻ ചെയ്തെടുക്കുന്നത്. എന്നാൽ ഇവരുടെ കാലഘട്ടത്തിൽ തന്നെ 1309 ഡൽഹി സൽത്തനറ്റിന്റെ മിലിറ്ററി കമാൻഡർ ആയിട്ടുണ്ടായിരുന്ന അലാവുദ്ദീൻ ഖിൽജിയുടെ കമാൻഡർ മാലിക് കഫൂർ സൗത്ത് ഇന്ത്യൻ എക്സ്പെഡീഷൻ നടത്തുന്നുണ്ട്. അദ്ദേഹം ആ സൗത്ത് ഇന്ത്യൻ എക്സ്പെഡീഷന്റെ ഭാഗമായിട്ട് കോഹിനൂർ ഡയമണ്ട് ഇവിടെ നിന്നും കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ദെൻ മോട്ടുപള്ളി പോർട്ട് ഇവിടുത്തെ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പോർട്ടാണ്. വൈ ദിസ് പോർട്ട് ഇസ് സിഗ്നിഫിക്കന്റ്? കാരണം മാർക്കോ പോളോ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ട്രാവലേഴ്സ്, ആസ് യു കെൻ സീ ഇൻ ദിസ് പിക്ചർ, അദ്ദേഹം ഒരു ഇറ്റാലിയൻ ട്രാവലർ ആണ്.
വെനീസിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. പുള്ളിക്കാരന്റെ റെക്കോർഡിലൊക്കെ പ്രകാരമാണ് നമുക്ക് ഇവരെ കുറിച്ച് ചരിത്രങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ മാർക്കോ പോളോ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ലൊക്കേഷൻ ആണെന്ത്, മോട്ടുപള്ളി പോർട്ട്. അത് വരുന്ന എപ്പോഴാണ്? ദാറ്റ് ഈസ് 13th സെഞ്ചുറി എന്നെങ്കിലും പഠിച്ചു വെക്കുക. കാരണം മിഡീവൽ ഇന്ത്യയിലെ ട്രാവലേഴ്സ് ലൈക്ക് മാർക്കോ പോളോ, അബ്ദുൾ റസാഖ്, നിക്കോളോ ഡി കോണ്ടി, ഇങ്ങനത്തെ ആൾക്കാരെ ചിലപ്പോൾ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് 13th സെഞ്ചുറിയിലാണ് ഇദ്ദേഹം എന്നുള്ളത് ബേസിക്കലി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ. പിന്നീട് 14th സെഞ്ചുറിയിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഡൽഹി സൽത്തനറ്റിലെ ഇബിൻ ബത്തൂത്ത. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. നൗ ശിവ ടെമ്പിൾസ് ഫേസസ് ഈസ്റ്റ്, അതേഴ്സ് ഫേസ് വെസ്റ്റ് എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. വൺ ഓഫ് ദി ഫീച്ചർ ആൻഡ് അനദർ വെരി ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് ദിസ് പെർട്ടിക്കുലർ ടെമ്പിൾ ആർക്കിടെക്ചർ ദാറ്റ് ഈസ് സാൻഡ് ബോക്സ് ടെക്നിക്. ഇവരുടെ ടെമ്പിൾസിന്റെ ബേസ് കൺസ്ട്രക്ഷനിൽ സാധാരണ നമ്മൾ കല്ലുകൾ നിറക്കുന്നതിന് പകരം ഇവർ മണലുകളാണ് നിറക്കുക. വൈ സാൻഡ്സ്? അത് എർത്ത് ക്വേക്ക് റെസിസ്റ്റന്റ് ആണ് എന്നുള്ളത് കൊണ്ട്. അപ്പൊ P5 S5 ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് എർത്ത് ക്വേക്ക് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി സാൻഡ് ബോക്സ് എന്ന രീതിയിലാണ് ഇവർ അവരുടെ ബേസ് ഉണ്ടാക്കുക. അപ്പൊ സാൻഡ് ബോക്സിന് ഒരു എക്സാമ്പിൾ ആണ് രാമപ്പ ടെമ്പിൾ, ആസ് യു ക്യാൻ സീ ഇൻ ദിസ് പിക്ചർ. ഇത് യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലുള്ളതാണ്. ദെൻ 1000 പില്ലാർഡ് ടെമ്പിൾസ് ഓഫ് ഹനുമാൻ കൊണ്ട, ഓക്കെ, ഹനുമാൻ കൊണ്ട എന്ന് പറയുന്ന ലൊക്കേഷൻസ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അനദർ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, ഗോൽക്കൊണ്ട ഫോർട്ട് ആരംഭിക്കുന്നതും ഇവരുടെ കാലഘട്ടത്തിലാണ്. പിന്നീട് ഗോൽക്കൊണ്ട ഫോർട്ടിനെ അപ്ഗ്രേഡ് ചെയ്യുന്നത് ആരാണ്? ദാറ്റ് ഈസ് കുത്തുബ് ഷാഹി ഡൈനാസ്റ്റീസ് ഓഫ് ഗോൽക്കൊണ്ട. കുത്തുബ് ഷാഹി ഡൈനാസ്റ്റി എന്ന് പറയുന്ന ബാമണി കിങ്ഡത്തിന്റെ പിൽക്കാലഘട്ടത്തിൽ വരുന്ന ഡൈനാസ്റ്റിയാണ് അത് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ദീസ് ആർ സം ഓഫ് ദി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ദാറ്റ് യു ഹാവ് ടു ലേൺ ഫ്രം ദിസ് പെർട്ടിക്കുലർ തിങ്. Then coming to certain very important architecture, as I mentioned, പ്രതാപരുദ്രയുടെ സമയത്താണ് 1000 പില്ലാർ ടെമ്പിൾ വരുന്നത്. ഗണപതി ദേവയുടെ സമയത്താണ് രാമപ്പ ടെമ്പിൾ വരുന്നത്. രാമപ്പ ഇസ് ആർക്കിടെക്ട്. ആർക്കിടെക്ടിന്റെ പേരാണ് രാമപ്പ. അപ്പൊ ആ രീതിയിൽ ഒന്ന് ബേസിക്കലി അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും പോയിന്റ്സ് വളരെ സിഗ്നിഫിക്കന്റ് ആണ് റിഗാർഡിംഗ് ദിസ് പ്രീ വിജയനഗര ഡൈനാസ്റ്റിക്സ്. നൗ അറ്റ് ദി സെയിം ടൈം നിങ്ങൾ പൊളിറ്റിക്കലി കോണ്ടംപററി റിലേഷൻഷിപ്പ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ആ കോണ്ടംപററി റിലേഷൻഷിപ്പ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ടിപ്പായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. വളരെ നല്ലപോലെ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഡൽഹി സൽത്തനേറ്റ് ഉണ്ടായിരുന്നു. ഡൽഹി സൽത്തനേറ്റിന്റെ മിലിറ്ററി കമാൻഡർ ആയിട്ടുണ്ടായിരുന്ന ഇദ്ദേഹം മാലിക് കഫൂർ, അദ്ദേഹത്തിന്റെ സമയത്താണ് നോക്കിക്കേ ദിസ് ദേവഗിരി എന്ന് പറയുന്ന റീജിയൻ. ദേവഗിരി ആയിരുന്നു യാദവാസിന്റെ ക്യാപിറ്റൽ. അങ്ങോട്ട് ആദ്യം വരുന്നു, പിന്നീട് വാറങ്കലിലോട്ട് പോകുന്നു. ഓക്കെ, വാറങ്കലിലോട്ട് പോകുന്നു. പിന്നീട് അവസാനം അവര് പാണ്ഡ്യ മധുരൈ വരെ എത്തുന്നുണ്ട്. ശേഷം തിരിച്ച് ഹോയ്സലാസിന്റെ നാട്ടിലൂടെ പോവുകയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൈനാസ്റ്റീസ് വേർ ദർ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് അലാവുദ്ദീൻ ഖിൽജി ഇൻ ദ സൗത്ത് എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻ ABCD എന്നിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദർ എന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. അപ്പൊ നോട്ട് ദർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് യാദവാസ് ഉണ്ട്, കാക്കഡിയാസ് ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് വിജയനഗര ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് ഹോയ്സലാസ് ഉണ്ട്. ആൻസർ എന്തായിരിക്കും? വിജയനഗരയാണ്, സിൻസ് ദ ക്വസ്റ്റ്യൻ ഈസ് നോട്ട് എന്നുള്ളത്. കാരണം വിജയനഗര എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അത് ആരുടെ കാലഘട്ടത്തിലാണ്? അത് നിങ്ങൾ വീഡിയോക്ക് താഴെ നിന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. കാരണം 1336 വിജയനഗര സ്റ്റേറ്റ് ഉണ്ടാകുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഡൽഹി സൽത്തനേറ്റ് ഭരിച്ചിട്ടുണ്ടായിരുന്ന രാജാവ് ആരാണ്? ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു ഫാക്ട് അല്ല. ഇൻസ്റ്റഡ് ക്ലാസ് റൂമിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് വൈ ദിസ് വിജയനഗര സ്റ്റേറ്റ് ആക്ച്വലി ഗോട്ട് ഫോം എന്നുള്ളത്. അത് വരാനുള്ള റീസൺ എന്തായിരുന്നു? അത് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഇവന്റിന്റെ ബാക്കിയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആ റൂളറുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഓൾ മൈ സ്റ്റുഡൻസ് ആൻഡ് എവ്രി വൺ, നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ അതൊന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടന്റ്. സോ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഗൈസ്, ഡോണ്ട് ഫോർഗെറ്റ് ദിസ് പെർട്ടിക്കുലർ ഇവന്റ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് എത്രമാത്രം യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് അറിയില്ല, ബിക്കോസ് യു മൈറ്റ് ഹാവ് ചൂസൺ അതർ ഓപ്ഷണൽസ്. പക്ഷെ നിങ്ങൾക്ക് ഹിസ്റ്ററി ഓപ്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആസ്പിരൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വിവരങ്ങൾ ഒന്ന് അറിയിച്ചു കൊടുക്കുക. പിന്നെ പറഞ്ഞതുപോലെ ഈ ടെലിഗ്രാം ചാനൽ മിസ്സാക്കണ്ട, അതിൽ ഒരുപാട് ഫിലിംസുമായി ബന്ധപ്പെട്ടുള്ള നോട്ടുകളുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ഫസ്റ്റ് ടോപ്പിക്. സെക്കൻഡ് ടോപ്പിക് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു.